ഇന്ന് ഒരു 23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ഒരു സംശയമാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഒരു 2 വർഷം മുമ്പ് ഉദ്ധരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ലിംഗത്തിനൊരു ഞെട്ടൽ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞെട്ടൽ, ആ ഒരു ഞെട്ടൽ അനുഭവപ്പെട്ടതിന് ആ സമയത്ത് തന്നെ മൂത്രം പോവുകയും ചെയ്തു. ഇപ്പോൾ ലിംഗത്തിന് ഇടത്തുവശത്തേക്കൊരു ചരിവ് അനുഭവപ്പെടുന്നുണ്ട്. ഇതെന്താണ് കാരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഓക്കെ, വളരെ ചുരുക്കമായിട്ട് കേൾക്കുന്ന ഉണ്ടാകുന്നൊരു സംഭവമാണിത്. എനിക്കൊന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗത്തിൽ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മളൊന്ന് ബെൻഡ് ചെയ്യുകയോ അറിയാതെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് ഫ്രാക്ചർ പെനീസ് തന്നെയാണ്. അതായത് നമ്മൾ എല്ലൊടിയുന്നത് പോലെ ഒടിയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഒരു ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ബെൻഡ് നമ്മളതൊന്ന് മടക്കി വെക്കാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ കവറിങ്ങിലുള്ള ആ ഫേഷ്യ ചിലപ്പോൾ അത് റപ്ചർ പോലെ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വശത്ത് ചിലപ്പോൾ അത് പല രീതിയിൽ അതിൻ്റെ ഗ്രേഡ് ചെയ്യാൻ പറ്റും. ചെറിയ ഇഞ്ചുറി ഉണ്ടാകാം, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗം മുറിഞ്ഞു പോയി നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ മുറിയും. അങ്ങനെയാണ് ഫ്രാക്ചർ പെനീസ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ കേട്ടിട്ട് എനിക്കൊന്ന് ചെറിയൊരു ഇഞ്ചുറി വന്നു കാണും. ചെറിയൊരു ബെൻഡിൽ ഒരു ചെറുതായിട്ട് തന്നെ ഒരു പാർഷ്യൽ ഇഞ്ചുറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇഞ്ചുറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിൻ്റെ പെയിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും മൂത്രം പോയത്. അത് കഴിഞ്ഞ് ആ ഇഞ്ചുറി ഹീൽ ചെയ്യുമ്പോഴേ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു സ്കാർ ഉണ്ടാവും. ആ സ്കാർ ഉണ്ടാകുമ്പോൾ മറ്റേ വശത്തു നിന്ന് ഇതിന് ഇച്ചിരി ചെറുതാകും. സ്കാറിങ് വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു ചെറിയ അപ്പോൾ ഇറക്ഷൻ വരുമ്പോഴോ അപ്പോൾ ആ ഒരു ചെറിയൊരു ബെൻഡ് ഒരു സൈഡിലോട്ട് കാണാം. ഇത് സാധാരണ രീതിയിൽ പിന്നെ ഈ ചെറിയ ബെൻഡാണ് ഒരു 30 ഡിഗ്രി അതുപോലുള്ള ബെൻഡ് വരെയൊക്കെയാണ് നമ്മളൊന്നും ചെയ്യണം, അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണമെന്നില്ല. പക്ഷേ അതിൽ കൂടുതലുള്ള ബെൻഡാണെങ്കിൽ അത് നിശ്ചയമായിട്ടും ട്രീറ്റ് ചെയ്യണം. കാര്യം ഈ ഒരു കൂടുതൽ ബെൻഡ് വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അത് ഇറക്ഷനെ ബാധിക്കാം, പിന്നെ അതിൻ്റെ സെക്ഷൽ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടിട്ട് എനിക്കൊന്ന് ചെറിയൊരു ഇഞ്ചുറി ആ സമയത്ത് ഉണ്ടായി കാണും. അത് ഹീൽ ചെയ്തപ്പോൾ അവിടെ ഒരു സ്കാർ വന്നതാണ്, ആ സ്കാറിലൊരു ബെൻഡ് വന്നതാണ്. ഇതാണ് സാധാരണ ഈ ഹിസ്റ്ററിയുമായിട്ട് നോക്കുമ്പം. ഇതല്ലാതെ ചിലപ്പോൾ ഇതൊന്നുമില്ല, ഒരു ഹിസ്റ്ററിയും ഇല്ലാതെ ചിലപ്പോൾ ചെറിയ ബെൻഡെന്നും പറഞ്ഞ് ചിലർ വന്ന് ഇങ്ങനെ പറയാറുണ്ട്. ആ ബെൻഡിന് ചിലപ്പം ഈ നമ്മുടെ ആ നേരത്തെയുള്ള ആ രീതിയിലുള്ള ഡ്രസ്സിങ് നമ്മളൊരു സൈഡിലോട്ടൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറക്ഷൻ വരുമ്പോൾ ചെറിയൊരു ബെൻഡ് വരാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാതെ ഒരു അസുഖമുണ്ട്, പൈറോണീസ് ഡിസീസ് എന്നാണ് പറയുന്നത്. സാധാരണ അതിന് മുകളിലോട്ടാണ് ബെൻഡ് വരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ പിന്നെ അവിടെ ഒരു സ്കാറിങ് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ കവറിങ്ങിൽ ഒരു സ്കാർ വരും. ആ സ്കാർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രക്തോട്ടം കുറയും. അപ്പോൾ അത് കുറച്ച് ആ സൈഡ് ഇച്ചിരി ചെറുതാകും. അപ്പോൾ ഇറക്ഷൻ വരുമ്പോൾ നമ്മളിത് നോട്ടീസ് ചെയ്യും. ഇറക്ഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യണമെന്നില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഒരു 30% എന്ന് പറഞ്ഞില്ല, ആ ഒരു 30% മുകളിലാണ് ഈ ബെൻഡെങ്കിൽ എന്താണ്? അപ്പോൾ 30% മുകളിലാണ് ഈ ബെൻഡെങ്കിൽ ഒന്നിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടേ ആ സ്കാർ എക്സസൈസ് ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടും നമുക്ക് വീണ്ടും ഒന്നിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കത്തില്ല. ആ ഒരു ഡിഫക്റ്റ് വരുന്നിടത്ത് നമ്മൾ വേറെ ഒരു ഫേഷ്യ എടുത്തിട്ട് അവിടെ ചെറുതായിട്ടൊരു പ്ലാസ്റ്റിക് സർജറി പോലെ ചെയ്യണം. അല്ലെങ്കിൽ ലെങ്തിനെ പിന്നെ അത് ബാധിക്കും. അതുകൊണ്ട് അത് എക്സസൈസ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു സിവിയർ ബെൻഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രോസ്റ്റസിസൊക്കെ വെക്കേണ്ടി വരും. കാര്യം ഇത് കൂടുതൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ രക്തോട്ടമൊക്കെ കുറഞ്ഞിട്ട് ചിലപ്പോൾ ബലക്കുറവൊക്കെ ഉണ്ടാകും, ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടാകാം. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ മാത്രം നമ്മൾ ഇംപ്ലാന്റോ പ്രോസ്റ്റസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ചെറുതൊക്കെ ആണെങ്കിൽ അത് എക്സസൈസ് ചെയ്തിട്ട് അതൊരു ഫേഷ്യ, പല രീതിയിലുള്ള ഫേഷ്യ ഉണ്ട്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്തു നിന്നൊരു കവറിങ് എടുത്ത് നമ്മളത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൻഡങ്ങ് കറക്റ്റഡ് ആകും, ഇറക്ഷനെ ബാധിക്കത്തുമില്ല. ചെറിയതൊക്കെ ആണെങ്കിൽ. വലുതാണെങ്കിൽ ഇറക്ഷനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പ്രോസ്റ്റസിസ് കൂടി ഇതിൻ്റെ കൂടെ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യകർത്താവ് നൽകിയ സൂചനകളനുസരിച്ച് അതത്ര സീരിയസ് ആയ ഒരു കാര്യമല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ അത് തീർത്തും അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. ഡോക്ടർ എന്തായാലും കാണിച്ചിട്ട് അതിൻ്റെ ആ ഡിഗ്രി എത്ര ഡിഗ്രി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിനുള്ള ഉചിതമായ ആവശ്യമെന്ന് കണ്ടാൽ ട്രീറ്റ്മെൻറ്റും ചെയ്യണം. എന്തായാലും 2 വർഷമായി. അപ്പോൾ എത്രയും വേഗം ആ ഒരു കാര്യത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണുന്നത്, ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂറോളജിസ്റ്റിനെ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.